ഹായ്. സോ നീറ്റ് 2024 റിവൈസ് റാങ്ക് ലിസ്റ്റ് ഡിക്ലറേഷന് ശേഷം ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ കൗൺസിലിംഗ് ദാറ്റ് ഈസ് അനൗൺസ്മെന്റ് mcc.nic.in എന്ന വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 14 ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, അതിനുശേഷം സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് എന്ന രീതിയിലുള്ള കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം നടക്കുന്നത്. സോ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷം AIQന് വളരെയധികം പ്രാധാന്യമുള്ള വർഷമാണ്. കാരണം റിവൈസ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പോലും കട്ട് ഓഫിലുണ്ടായ വേരിയേഷൻസ് ഒന്നും അധികം റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. റാങ്കിൽ ഉണ്ടായ വേരിയേഷൻസും വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ AIQന് ഈ പ്രാവശ്യം വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ AIQ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം മെഡിക്കൽ കോളേജസുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് ശരിക്കും ഓൾ ഇന്ത്യ കോട്ട വഴിയും സ്റ്റേറ്റ് കോട്ട വഴിയുമാണ്. സോ ഈ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള എല്ലാ സ്റ്റേറ്റുകളിലേക്കുള്ള 15%, ദാറ്റ് ഈസ് ഓരോ മെഡിക്കൽ കോളേജിലെയും 15% സീറ്റുകളാണ് ശരിക്കും റിസർവ് ചെയ്തിട്ടുള്ളത്. ബാക്കി 85% സീറ്റുകളും സ്റ്റേറ്റ് കോട്ട വഴിയായിരിക്കും ഫില്ല് ചെയ്യുക. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, ദാറ്റ് ഇസ് എയിംസ്, ജിപ്മർ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, BHUവിന് അണ്ടറിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടെല്ലാം സീറ്റ് ഫില്ലിംഗ് എല്ലാം AIQ വഴി നടത്തുന്നുണ്ട്. സോ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺ സ്റ്റേറ്റിൽ നിന്നല്ലാണ്ട് പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ റിനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ശരിക്കും ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് കൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഈ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഈ പ്രൊസീജിയേഴ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യയുടെ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് ശരിക്കും നമ്മൾ സീറ്റ് ഫില്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ചെയ്യാം. അപ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്, അതായത് ഇത് ഞാനിപ്പം ഒരു ചോയ്സ് ഫില്ല് ചെയ്തു, എനിക്കൊരു കോളേജ് കിട്ടി. ആ കോളേജ് കിട്ടിയാൽ എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരുമോ, എനിക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതേസമയം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ കേരളം മാത്രം നോക്കിയാൽ മതിയോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് റൈസ് ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 തൊട്ടാണ് നമ്മൾ ഓപ്ഷൻ ഫില്ലിംഗ് ചെയ്യുന്നത്. ഈ സമയത്തേക്കാണ് ശരിക്കും നമ്മൾ കേരള റാങ്ക് എക്സ്പെക്ട് ചെയ്യുന്നതും. കാരണം നമ്മുടെ കേരള റാങ്ക് ഇനി വരാനുണ്ട്. കേരള റാങ്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സമയത്താണ്. അതിൻ്റെ കൂടെ കേരള അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് ഇതുമായി എന്ത് ചെയ്യണം, ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്ന രീതിയിലായിരിക്കും ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അപ്ഡേറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്ഷൻ ഫില്ലിംഗ് നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് ഫ്രീ എക്സിറ്റ്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുന്ന ഒരു കോളേജിൽ എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ഡോണ്ട് ലൈക്ക് നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാം. പക്ഷെ റൗണ്ട് 2, റൗണ്ട് 3ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സീറ്റ് എനിക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കറസ്പോണ്ടിങ് കോളേജിൽ ഫിസിക്കലായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അടക്കം കൊണ്ട് വെരിഫൈ ചെയ്ത് ജോയിൻ ചെയ്യേണ്ട ഒരു അവസരമുണ്ട്. സോ അതാണ് ശരിക്കും പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ പങ്കെടുക്കുന്നു, ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അത് ഫ്രീ എക്സിറ്റ് റൗണ്ട് ആണ്. പാരലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള കൗൺസിലിങ്ങിനും പങ്കെടുക്കാം. സോ കേരള കൗൺസിലിംഗിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിലേക്കുള്ള സീറ്റ് ഫില്ലിംഗ് പ്രോപ്പറായിട്ട് നടത്താൻ സാധിക്കും. സോ ഫസ്റ്റ് റൗണ്ടാണ് ഫ്രീ എക്സിറ്റ്, ബാക്കി റൗണ്ടുകൾ നിർബന്ധമായും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണമെന്നുള്ളൊരു ഇത് വരും. പിന്നെ ഒരു കാര്യം, ഇപ്പം mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി നടത്തുന്ന കൗൺസിലിംഗ് എന്ന് പറയുന്നത് MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കാണ്. സിമിലർലി ആയുഷ് കൗൺസിലിംഗിന്റെ ആയുർവേദ അലൈഡ് കോഴ്സുകളിലേക്കുള്ള കൗൺസിലിംഗ് ഉണ്ടാവും. വെറ്റനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെറ്റനറി കൗൺസിലിംഗും ഉണ്ടാവും. അതെല്ലാം അവരുടേതായ പ്രത്യേക വെബ്സൈറ്റുകളിലായിരിക്കും കൗൺസിലിംഗ് നടത്തുക. അതും ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ് ടു. ഇഫ് യു ആർ എയിമിംഗ് ഫോർ ആയുർവേദ, ഹോമിയോപ്പതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറ്റനറി കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ അതും നോക്കണം. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പം MBBS സീറ്റ് ഫില്ലിംഗിലേക്ക് വരുമ്പം എന്ത് പ്രയോറിറ്റി ഓർഡർ ഫോളോ ചെയ്യണം എന്നുള്ളത്. ശരിക്കും പ്രയോറിറ്റി ഓർഡർ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. mcc.nic.in വെബ്സൈറ്റിന്റെ പഴയ ഇതിൽ നിങ്ങൾക്ക് കൗൺസിലിംഗിന്റെ റാങ്കുകൾ, കട്ട് ഓഫ് ആയ റാങ്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ വർഷത്തു നിന്ന് വലിയൊരു മേജർ ഡിഫറൻസ് ശരിക്കും ഈ വർഷം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളേജുകളുടെ പ്രയോറിറ്റി ഓർഡർ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഉറപ്പായിട്ടും അറിയാം അതായത് നിങ്ങളുടെ റാങ്ക് ഒരു ഏകദേശം ഒരു പരിധി നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 5000 റേഞ്ചിലാണ് നിങ്ങളുടെ റാങ്ക് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളും കാണും, കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കോളേജുകളും കാണും, അതേപോലെ ഒരുപാട് ചാൻസുകളുള്ള കോളേജുകളും കാണും. പക്ഷെ അവിടെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫില്ലിംഗ് നടത്തേണ്ടത് എപ്പോഴും റാങ്കിന്റെ ഓർഡറിൽ തന്നെ, ദാറ്റ് ഈസ് കോളേജ് ടോപ്പ് ഏതാണോ അതിന്റെ പ്രയോറിറ്റി ഓർഡറിൽ തന്നെ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഹയർ റാങ്ക് വേണ്ടുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ മുകളിൽ വെച്ചോളൂ. വെച്ച് കുറച്ച് കോളേജ് കഴിയുമ്പോൾ നിങ്ങളുടെ കോളേജിന്റെ റാങ്ക് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ വരും.
അതും അതിൻ്റെ താഴെയായിട്ട് വെക്കുക. അതിൻ്റെ താഴെ അത് ഈസിലി കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ എന്നുള്ള രീതിയിൽ ആ ഓർഡറിൽ തന്നെ ഓപ്ഷൻ ഫില്ലിങ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലൂടെ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് MBBS ഇപ്പം MBBS ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് കോളേജസും നമുക്ക് അതിലൂടെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് എവിടെയാണോ പോസിബിലിറ്റി ഉള്ളത് ആ കോളേജ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് മുകളിലുള്ള ഓപ്ഷൻസ് അവിടെ കുറേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ മുകളിലേക്കുള്ള അലോട്ട്മെന്റുകൾ നമുക്ക് അതിനെ പരിഗണിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് അതിനുണ്ട്. പിന്നെ ഒരു കാര്യം, ഏതൊക്കെയാണ് ടോപ്പ് കോളേജസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ നിലവിൽ എയിംസ് ഡൽഹിയും ജിപ്മറും ആണ് ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കി ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കാലിറ്റി ഓൾസോ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ പ്രയോറിറ്റി എയിംസും ജിപ്മറും തന്നെ ആയിരിക്കാം. അതിനുശേഷം ചിലപ്പോൾ കോഴിക്കോട് ട്രിവാൻഡ്രം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് സറൗണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും കോമൺലി കണ്ടുവരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് കാണുന്നത്. ഒരുപാട് ദൂരെ പോയി പഠിക്കാൻ ആഗ്രഹം ഉള്ളവർ കാണാം, ആഗ്രഹം ഇല്ലാത്തവരും കാണും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കേരള തമിഴ്നാട് മാത്രമായിട്ട് നോക്കുന്നവരുണ്ടാവും. സോ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കോളേജുകളുടെ പ്രയോറിറ്റി ഓർഡർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ജസ്റ്റ് കട്ട് ഓഫ് ഒക്കെ നോക്കി ആ ഒരു ഓർഡറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളത് സെറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഉള്ള ഏകദേശം കേരളവും തമിഴ്നാടും കൂട്ടിയുള്ള ഏകദേശം ഒരു 10-20 മുകളിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. അവരുടെ ഒരു ഓർഡറിൽ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പം കൗൺസിലിങ്ങിൻ്റെ ഓർഡറിൽ ഓപ്ഷൻ ലോക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ടോപ്പായിട്ടുള്ള കോളേജുകൾ വെക്കുക, നിങ്ങളുടെ റാങ്കിൻ്റെ ഏരിയയിലുള്ള കോളേജുകൾ നിർബന്ധമായും വെക്കുക. ബാക്കിയുള്ള MBBS കോളേജൊക്കെ ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. BDS നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് BDSൻ്റെ കാര്യങ്ങളും ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പം BDS ഇപ്പം എന്താണ് IMU BHUവിൽ വരുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ മെയ്റ്റ്സ്, ദാറ്റ് ഈസ് മൗലാന അബ്ദുൽ കലാം, മൗലാന ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസ് മെയ്റ്റ്സ് ഡൽഹിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടോപ്പ് കോളേജസും BDS ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ കോളേജുകളുടെ ഓർഡർ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ കിട്ടും, ഏതൊക്കെയാണ് ടോപ്പ് മെഡിക്കൽ കോളേജസ്. അപ്പോൾ അവിടെ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ആയ റാങ്ക് മാത്രമല്ല, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വേണം, പേഷ്യൻ്റ് എക്സ്പോഷർ വേണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇന്ന കോളേജിൽ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പേഷ്യൻ്റ് എക്സ്പോഷർ ഉണ്ടോ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള എത്ര ബെഡുകളുണ്ട്, അത്രയും ഇതുണ്ടോ, ഫെസിലിറ്റീസ് ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് എല്ലാ മെഡിക്കൽ കോളേജസിലും അവിടുത്തെ സ്റ്റുഡൻറ്റ് പോർട്ടൽസിൻ്റെ ഇത് ഓപ്പൺ ആകും. ആ സമയത്ത് നിങ്ങൾക്ക് അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്യുക ഈ പറഞ്ഞ കോളേജുകളുടെ ലിസ്റ്റിൽ. ഇപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റി താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റുകളുടെ മെഡിക്കൽ കോളേജിൻ്റെ ലിസ്റ്റ് എടുക്കുക, അത് എഴുതി വെക്കുക. മേളിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റ് എഴുതുക, അത് എഴുതി ഒരു ഓർഡറിലാക്കി നിങ്ങൾ സെപ്പറേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ഫില്ലിങ്ങിന് പോകുന്നത് 14-ാം തീയതി നമ്മൾ ഓപ്ഷൻ ഫില്ലിങ്ങിന് മുമ്പായിട്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെക്കണം. ഈ ഓർഡറുകളെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കഫേസിലോ അല്ലെങ്കിൽ എവിടെയാണോ എങ്ങനെയാണോ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഓൾറെഡി പ്രീ സെറ്റ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ആ സമയത്ത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ MCCൻ്റെ വെബ്സൈറ്റിനെ ഉപയോഗിക്കുക. അപ്പം ഉറപ്പായിട്ടും MBBS അല്ലെങ്കിൽ ഇപ്പോൾ BDS മെഡിക്കൽ ഡിഗ്രീസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷറുള്ള സ്ഥലത്ത് പഠിക്കാൻ തന്നെയായിരിക്കും ആഗ്രഹം. ഇപ്പോൾ തന്നെ ഇപ്പോൾ എയിംസിൻ്റെ കാര്യം എടുത്താലും എയിംസ് ഡൽഹി ഉണ്ട്, ജിപ്മർ പുതുശ്ശേരി ഉണ്ട്. അതിനുശേഷം എയിംസ് ഒരുപാട് എയിംസുകളുണ്ട്. ശരിക്കും ഇന്ത്യയിൽ തന്നെ നിരവധി എയിംസുകളുണ്ട്. പിന്നെ ജിപ്മർ കാരക്കലുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അത്രയും കോളേജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം MCCയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിൽ കട്ട് ഓഫ് ആയ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാം. സോ അപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്തേക്ക് കേരള റാങ്ക് ലിസ്റ്റ് വരുമെന്നും. സോ കേരള റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഓൾ ടുഗദർ കൂടുതലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ചിലപ്പം 85% സീറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ സീറ്റ്സിന് എണ്ണം കൂടുതലാണ്. അപ്പോൾ അവിടെ കേരളത്തിലുള്ളവർക്ക് മാത്രമേ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ബ്രിമ്മിൽ നിൽക്കുന്നവരാണ്, അതായത് ഒരു കട്ട് ഓഫ് റേഞ്ചിന് ബ്രിമ്മിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് AIQനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ തമിഴ്നാട്ടിലുള്ള മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ പോലും മോപ്പപ്പ് റൗണ്ടിനോട് അടുത്ത് വന്നപ്പോൾ തന്നെ ജനറലൊക്കെ ആണെങ്കിൽ ഒരു 20,000 അടുത്ത് ഓൾ ഇന്ത്യ റാങ്ക് വന്നതൊക്കെ കയറി പോയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ കേരളത്തിൽ അങ്ങനെ കയറി പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു സ്റ്റേറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഓൾ ഇന്ത്യ കോട്ടയിലെ കാര്യങ്ങളും ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് കൊടുക്കണം. പിന്നെ ഇപ്പം കൗൺസിലിംഗായിട്ട് റിലേറ്റഡ് ഡീറ്റെയിൽസിന് അപ്ഡേറ്റ്സ് ആ ഒരു പീരീഡിലേക്ക്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇനി കൂടുതൽ വരുന്നുണ്ട്. പിന്നെ കേരള അലോട്ട്മെൻറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, കേരള റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളിനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും കീപ്പ് ഇൻ ടച്ച്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രയോറിറ്റി ഓർഡർ പ്രോപ്പറായിട്ട് എൻലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.